ഇന്ന് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ പറ്റിയ ഒരു ചെറുപയർ കറിയാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ചെറുപയർ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നന്നായിട്ട് കുതിരാൻ വേണ്ടി രാവിലെ തന്നെ 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടാലാണ് പയർ കുതിർന്ന് കിട്ടുക. അങ്ങനെ കുതിർന്ന പയറാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് മാത്രം ഇട്ടിട്ട്. അതാണ് ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുക. പിന്നെ നല്ല ജീരകം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതും പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അപ്പോൾ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ മുളക് വേഗം കരിഞ്ഞു പോകും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീ ചെറുതാക്കി വയ്ക്കുക. പിന്നെ വെളുത്തുള്ളി ഒരു പിടി നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ചുമന്നുള്ളി അതും നിറയെ 2 പിടി നിറയെ ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഇനി പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 പച്ചമുളകാണ് ചേർത്തത്, അത് എരിവനുസരിച്ചിട്ട് ചേർക്കുക. ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മൂടി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞു വന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. തീ ഒന്ന് ചെറുതാക്കി വെച്ചാൽ മതി കേട്ടോ, അധികം കൂട്ടി വയ്ക്കേണ്ട, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, മുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇത് പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ടാണ് ചുമന്ന മുളക് 1 ടീസ്പൂൺ ഇട്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മളൊരു 3 തക്കാളി, നല്ല പുളിയുള്ള തക്കാളിയാണ് കേട്ടോ, നല്ല പഴുത്തതുണ്ട് അതുപോലെ തന്നെ പുളിയുണ്ട്, അതുപോലത്തെ തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. ഈ തക്കാളിയും കൂടെ ചേർത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതി. ഇതാണ് നമ്മുടെ പയർ വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടിട്ടേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുതിർത്ത പയറാണ് ഏറ്റവും നല്ലത്, മുളപ്പിച്ചതാണെങ്കിലും നല്ലത് തന്നെയാണ്. ഇനി മുളപ്പിച്ച മണം ചിലവർക്ക് പിടിക്കില്ല, അപ്പോൾ സാധാരണ മുളയ്ക്കാണ്ട് തന്നെ എടുത്താൽ മതി, കുതിർത്തിയാൽ മതി. ഈ തക്കാളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ ഒന്ന് വാടി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ, അപ്പോൾ പയറിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഈ മസാലയിലേക്കുള്ള ഉപ്പാണ് കേട്ടോ. അതും കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക, തക്കാളി നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്ന വരെ. അപ്പോൾ സ്പൂൺ കൊണ്ട് ആ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പണി ഇത്രയേ ഉള്ളൂ, പക്ഷേ ഈ കറിക്ക് നല്ല സ്വാദാണ് കേട്ടോ, എളുപ്പം കഴിയും. ഇത്രയ്ക്കുള്ള പണി. ഈ മല്ലിയുടെയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അലിഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പയറിട്ട് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക, 5 മിനിറ്റ് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കൂടെ മല്ലിയിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി. അപ്പോൾ എത്രയോ ലൂസ് ആവശ്യം എന്ന് വെച്ചാൽ അത്രേ ലൂസിനെ എടുക്കാം. ഇനി അടച്ചു വെച്ച് 5 മിനിറ്റ് തിളച്ച് വരുമ്പോൾ നമ്മൾ തുറന്ന് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.